ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ്. ഞാൻ ശ്രീകുട്ടൻ. എല്ലാ വിദ്യാർത്ഥികളും HSST പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ കൂടിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ HSST ബേസ്ഡ്, നമ്മുടെ സിലബസ് ബേസ്ഡ് റൊമാൻറ്റിക് പീരിയഡിനെ ബേസ് ചെയ്ത് കുറച്ച് MCQs ഞാൻ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ MCQs എല്ലാം നമ്മുടെ ക്വിസിറ്റ് എന്ന് പറയുന്ന പൾപിറ്റിന്റെ എക്സ്ക്ലൂസീവ് പ്രൊഡക്ഷന്റെ ഭാഗമാണ്. പൾപിറ്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് നിർമ്മിതിയാണ് ക്വിസിറ്റ് എന്ന പേരുള്ള ഈ പുസ്തകം. ഏകദേശം ഒരു 5000-6000-ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഈ പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞു. വാങ്ങിക്കാത്തവർ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉറപ്പായിട്ടൊരു അസറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു പുസ്തകം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നു, 6000 ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. മനസ്സിലായി? ഇപ്പൊ നമ്മൾ പോർഷൻസ് കവർ ചെയ്തതിൽ എത്രത്തോളം MCQs ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരം പരീക്ഷകളിൽ നമ്മുടെ വിജയം നിർണ്ണയിക്കുന്നത്. ഏകദേശം 6000 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പുസ്തകം വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പൊ നേരെ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഇവിടെ ഞാനിപ്പോ റൊമാൻറ്റിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, റൊമാൻറ്റിക്, വിക്ടോറിയൻ രണ്ടും കൂടെ ചേർത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമേ ഒരു മാച്ച് ദ ഫോളോയിങ് എന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. 2 കവിതകൾ, ആ കവിതയിലെ വരികളും പിന്നെ അതുമായിട്ട് ആ വരികളെ അല്ലെങ്കിൽ ആ കവിതയെ കണക്ട് ചെയ്യുന്ന വാക്കുകളുമാണ് ഞാൻ 2 ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. യുലീസസ്, ലോട്ടസ് ഈറ്റേഴ്സ്, ടു സ്ട്രൈവ്, ടു സീക്ക്, ലെറ്റ് അസ് അലോൺ. ലിസ്റ്റ് 2ലേക്ക് വരുമ്പോൾ എസ്കേപ്പിസം, ഹീറോയിക് റെസ്റ്റ്ലെസ്നെസ്, എക്സിസ്റ്റൻഷ്യൽ ഇനേർഷ്യ, വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പൊ യുലീസസ് എന്ന് പറയുന്ന കവിതയിലെ ഒരു വരി തന്നെയാണ് ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ്, അറിയാമല്ലോ. ലോട്ടസ് ഈറ്റേഴ്സിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന വരിയാണ് ലെറ്റ് അസ് അലോൺ. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. മനസ്സിലായില്ല? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആ കവിതയിലെ വരി അത് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു കോൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചോദ്യം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യുലീസസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. എസ്കേപ്പിസം, ഹീറോയിക് റെസ്റ്റ്ലെസ്നെസ്, എക്സിസ്റ്റൻഷ്യൽ ഇനേർഷ്യ, വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. ശരിക്കും പറഞ്ഞാൽ യുലീസസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ ഒരു കവിതയെ നമുക്ക് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എന്തുമായിട്ട് നമുക്ക് നേരെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പൊ യുലീസസും ടു സ്ട്രൈവ്, ടു സീക്ക്, ടു രണ്ടും എടുക്കാം. എസ്കേപ്പിസം എന്തായാലും അതിലൊരു തീമായിട്ട് വരുന്നില്ല. കാരണം പോരാടണം, ജീവിതത്തിലെ അഡ്വഞ്ചേഴ്സിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിയാണ് യുലീസസ്. പിന്നെ അതുപോലെ തന്നെ ഹീറോയിക് റെസ്റ്റ്ലെസ്നെസ്, ഓഫ് കോഴ്സ്. അപ്പൊ ഇതൊന്ന് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുക. എക്സിസ്റ്റൻഷ്യൽ ഇനേർഷ്യ, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ ഈ 2 പോയിന്റിലേക്ക് വേണം നമുക്ക് യുലീസസിനെ ആദ്യമേ ഒന്ന് കൊണ്ടിടാനായിട്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു യുലീസസിനെ നമുക്ക് കൂടുതലും ഹീറോയിക് റെസ്റ്റ്ലെസ്നെസ്സിലേക്ക് നമുക്ക് കൊണ്ടിടാവുന്നേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പോളിസി തന്നെ എന്താണ്? പോരാടുക. അതായത് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് പരിപൂർണമായിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ് യുലീസസിന്റെ ഒരു പോളിസി. ഓഫ് കോഴ്സ് ലോട്ടസ് ഈറ്റേഴ്സിലേക്ക് വരാം. ലോട്ടസ് ഈറ്റേഴ്സിലേക്ക് വരുമ്പോൾ പരിപൂർണമായിട്ടും അതിൽ പറയുന്ന തീം എന്ന് പറയുന്നത് എസ്കേപ്പിസം. ഓക്കെ, പിന്നെ സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ്, അത് ഏകദേശം വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് കാണിക്കുന്ന ഒരു വരിയാണ്. ലെറ്റ് അസ് അലോൺ, അത് എക്സിസ്റ്റൻഷ്യൽ ഇനേർഷ്യയിലേക്ക് വരുന്നു. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, കവിതയും കവിതയിലെ വരിയും നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു കോൺസെപ്റ്റിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അസേർഷൻ, റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് പ്രയാസമായിട്ട് അനുഭവപ്പെടാറുള്ളത്. അസേർഷനിലേക്ക് വരുമ്പോൾ ഡോവർ ബീച്ച് ഡ്രാമറ്റൈസസ് ദ റിട്രീറ്റ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്. അറിയാമല്ലോ, ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്, അതിനെ നല്ല രീതിയിൽ ആ ഒരു വിഷയം അവതരിപ്പിച്ച കവിതകളിലൊന്നാണ് ഡോവർ ബീച്ച്. റീസൺ, ദ സീ ഓഫ് ഫെയ്ത്ത് മെറ്റഫർ സിഗ്നിഫൈസ് ദ വെയിനിങ് ഓഫ് വിക്ടോറിയൻ സ്പിരിച്വൽ സെർട്ടനിറ്റി. അസേർഷൻ, റീസൺ നമുക്കൊന്ന് പരിശോധിക്കാം. അസേർഷൻ പറയുന്നു ഡോവർ ബീച്ച് ഡ്രാമറ്റൈസസ് ദ റിട്രീറ്റ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്. മതവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ ഒരു പിൻവാങ്ങലാണ് ഈ കവിതയിൽ പറയുന്നതെന്ന് അസേർഷൻ. റീസൺ എന്താണ്? ദ സീ ഓഫ് ഫെയ്ത്ത്, ഇതിൽ പറയുന്നുണ്ടല്ലോ സീ ഓഫ് ഫെയ്ത്ത്, ഒരിക്കൽ ഭൂമിയെ, റിലീജിയൻ എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു സീ ഓഫ് ഫെയ്ത്ത് ആയിരുന്നു. ഇത് പണ്ട് ഭൂമിയെ ഒരു ബ്രൈറ്റ് കളേർഡ് ബെൽറ്റ് പോലെ ചുറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. സോ ദ സീ ഓഫ് ഫെയ്ത്ത് മെറ്റഫർ, ആ മെറ്റഫർ എന്താണ്? ഇറ്റ് സിഗ്നിഫൈസ് ദ വെയിനിങ് ഓഫ് വിക്ടോറിയൻ സ്പിരിച്വൽ സെർട്ടനിറ്റി. അപ്പോ
രണ്ടും ശരിയാണോ? ആർ കൃത്യമായിട്ട് എ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടും ശരിയാണോ അതോ ആർ തെറ്റായ എക്സ്പ്ലനേഷൻ ആണോ? എ ശരി, ആർ ഫോൾസ്, അതോ എ ഫോൾസ്, ആർ ശരി? ഇത് നമുക്കൊരു കാര്യം അറിയാം, ഇത് രണ്ടും ശരി തന്നെയാണ്. ഇത് രണ്ടും ശരിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഒന്ന് തെറ്റ്, ഒന്ന് ശരി എന്നുള്ളത് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്കറിയേണ്ടത് ഇത് രണ്ടും ശരിയായ സ്ഥിതിക്ക് ഡസ് ആർ എക്സ്പ്ലെയിൻ എ കറക്റ്റ്ലി? ഓഫ് കോഴ്സ് ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. കറക്റ്റ് ആണ്. ഡോവർ ബീച്ച് വ്യക്തമായിട്ട് ഈ കവിതയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ദ റിട്രീറ്റ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത് തന്നെയാണ്. ആൻഡ് ദ സീ ഓഫ് ഫെയ്ത്ത് മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ദ വെയിനിങ് ഓഫ് വിക്ടോറിയൻ സ്പിരിച്വൽ സർട്ടനിറ്റി തന്നെയാണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമുക്കൊരു റൊമാൻറ്റിക് പ്രോസിലേക്ക് വരുമ്പോൾ, In on the knocking of the gate in Macbeth, the knocking signifies. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ഒരു ചെറിയ ഒരു മൈന്യൂട്ട് ഡ്രമാറ്റിക് ഡീറ്റെയിൽ എടുത്താണ് ഒരു പ്രൊഫൗണ്ട് സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഡിക്വൻസി ഒരു എസ്സേയിൽ നടത്തുന്നത്. അപ്പൊ ശരിക്കും ആ നോക്കിംഗ് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? അതൊരു കോമിക് റിലീഫ് ആണോ? ഇതൊരു കൺഫ്യൂഷൻ വരാം. കാരണം ഡിക്വൻസി വരെയുള്ള ക്രിട്ടിക്സ് അങ്ങനെ തന്നെയാ പറഞ്ഞത്, ഇതൊരു കോമിക് റിലീഫ് ആയിരുന്നു. റെസ്റ്റോറേഷൻ ഓഫ് മോറൽ ഓർഡർ ആൻഡ് റിയാലിറ്റി. ഓപ്ഷൻ സി പൊളിറ്റിക്കൽ റിബല്യൻ, ഗോത്തിക് സിംബോളിസം എലോ. ഇതൊരു കമ്പാരിറ്റീവ്ലി ഒരു എളുപ്പമുള്ള ചോദ്യം പോലെ തോന്നുന്നു. കാരണം നമുക്ക് പൊളിറ്റിക്കൽ റിബല്യൻ അപ്പൊ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഗോത്തിക് സിംബോളിസവും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളിലേക്ക് വരാം. കോമിക് റിലീഫ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഡിക്കൻസിക്ക് മുമ്പുള്ള എല്ലാ ക്രിട്ടിക്സും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ആ ഒരു ഭാഗം കോമിക് റിലീഫ് ആയിരുന്നു. പക്ഷേ ഡിക്കൻസി വ്യക്തമായിട്ട് പറയുന്നു, നോക്കിംഗ് സിംബലൈസസ് ദ റെസ്റ്റോറേഷൻ ഓഫ് മോറൽ ഓർഡർ ആൻഡ് റിയാലിറ്റി. ആ എസ്സേ കൃത്യമായി നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റീസൺസ് ഉൾപ്പെടെ പറയുന്നു. ആ ഒരു ടൈമിൽ ഈ പറയുന്ന പോലെ മോറൽ ഓർഡറും റിയാലിറ്റിയും പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് നിശ്ചലമാവുന്നുണ്ട്. ആ നോക്കിങ്ങിന്റെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, അത് റീസ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് വ്യക്തമായി പറയുന്നു. അപ്പൊ സ്പെസിഫിക് ആയിട്ട് തന്നെ ഒരു ചോദ്യമായിരുന്നു അത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ എന്ന എസ്സേയിൽ ഇറ്റ് പ്രൈമർലി കൺസ്ട്രക്ട്സ്. എന്താണ് ശരിക്കും ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷനിൽ പറയുന്നത്? ചാൾസ് ലാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എസ്സേസിൽ ഒന്നാണ് ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ്, മൈനർ പോയിന്റ്സ് പോലും നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിയുന്നതും എസ്സേ വായിക്കാൻ ശ്രമിക്കുക. ഇതൊരു ആന്റി ഇന്റലക്ച്വൽ സറ്റയർ ആണോ? സറ്റയറിക്കൽ ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ആ യൂണിവേഴ്സിറ്റി ലൈഫിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം ആ യൂണിവേഴ്സിറ്റികൾ നടന്നു പോകുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ സറ്റയറിക് എലമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഡി എന്ന കഥാപാത്രത്തെ കുറിച്ച് പേഴ്സണൽ എസൈസ്റ്റിക് സെൽഫ് ഫാഷനിങ് ആണോ, അതോ പൊളിറ്റിക്കൽ ക്രിട്ടിക് ഓഫ് അക്കാഡമി ആണോ, അതോ റിലീജിയസ് അലഗറി ആണോ? എനിക്കൊന്നും നമുക്ക് ആദ്യം തന്നെ ഒരു റിലീജിയസ് അലഗറി അങ്ങ് എന്താ പറയാ വ്യക്തമായിട്ട് അത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കി മൂന്നിനും ഈ പറയുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അല്ലെ ഈ ഒരു കാര്യത്തിലേക്ക്. എന്താണ് മെയിൻലി ഓക്സ്ഫോർഡ് വെക്കേഷനിൽ പറയുന്നത്? ആന്റി ഇന്റലക്ച്വൽ സറ്റയർ. ഓഫ് കോഴ്സ് സറ്റയറിക് എലമെന്റ്സ് ഉണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോ അവധികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ക്രിട്ടിക് ഓഫ് അക്കാഡമി അതും പറയുന്നുണ്ട്. ആ സ്കോളർ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അവരൊക്കെ പലപ്പോഴും എന്താ തഴയപ്പെട്ടവരെ പോലെയാണ് അവർക്ക് സമൂഹത്തിൽ അവസ്ഥ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങൾ വെച്ചിട്ടല്ലല്ലോ, ഹോൾ, ആ എസ്സേ ആസ് എ ഹോൾ ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ പ്രൈമർലി കൺസ്ട്രക്ട്സ് പേഴ്സണൽ എസ്തൈസ്റ്റിക് സെൽഫ് ഫാഷനിങ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വീണ്ടും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ വിഷണറി ഗ്ലീം ഇൻ ദ ഇമ്മോർട്ടാലിറ്റി ഓഡ് ഇസ് ഇർറിക്കവറബിൾ ഇൻ അഡൾട്ട്ഹുഡ്. റിട്രീറ്റ് എന്ന് പറയുന്ന ഏകദേശം ഒരു മെറ്റാഫിസിക്കൽ പീരീഡിൽ എഴുതിയ ഒരു കവിതയാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റി ഓടിനൊരു ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം നമുക്ക് വേണമെങ്കിൽ പറയാം. അസേർഷൻ പറയുന്നു വിഷണറി ഗ്ലീം, അത് തുടക്കത്തിൽ തന്നെ കവി പറയുന്നല്ലോ, പണ്ട് കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകളിലെല്ലാം ഒരു വിഷണറി ഗ്ലീം ഉണ്ടായിരുന്നു, അത് ഇർറിക്കവറബിൾ, അത് അഡൾട്ട്ഹുഡിൽ അത് നഷ്ടപ്പെട്ടു പോയി, അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് അസേർഷൻ. റീസൺ വേർഡ്സ്വർത്ത് റിജക്ട്സ് ദ പോസിബിലിറ്റി ഓഫ് കോമ്പൻസേറ്ററി ഇമാജിനേഷൻ ഇൻ ലേറ്റർ ലൈഫ്. ഒരിത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നാം. നമുക്ക് നോക്കാം അതിന്റെ ഓപ്ഷൻസിലേക്ക് കടക്കാം. രണ്ടും ശരിയാണ്, ആർ എക്സ്പ്ലെയിൻസ് എ. രണ്ടും ശരിയാണ്, ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ. ഒന്ന് ശരി, ഒന്ന് തെറ്റ്. നോക്കാം. ദ വിഷണറി ഗ്ലീം, ഇമ്മോർട്ടാലിറ്റി ഓഡിൽ പറയുന്ന വിഷണറി ഗ്ലീം അത് അഡൾട്ട്ഹുഡിൽ ഇർറിക്കവറബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ശരിയല്ലേ?
അത് ശരിയാണ്, ഒരു സംശയമില്ല. അങ്ങനെ തന്നെ ഇതിൽ പറയുന്നു. Wordsworth rejects the possibility of compensatory imagination in later life. ഈ ഒരു സംഭവം എടുത്തു നോക്കും. വേർഡ്സ്വർത്ത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. വേർഡ്സ്വർത്ത് റിജക്ട് ചെയ്യുന്നുണ്ടോ ദ പോസിബിലിറ്റി ഓഫ് കോമ്പൻസേറ്ററി ഇമാജിനേഷൻ? അങ്ങ് ഒരു ആസ്പെക്ടിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. സോ ആർ ഇസ് ഫോൾസ്. ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം ആ ഒരു കവിതയിൽ മുന്നോട്ട് വെക്കുന്നില്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, എ ഇസ് ട്രൂ. ഈ പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷെ ഈ പറഞ്ഞ കാര്യം തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കാണാം. അടുത്തത് ഡോവർ ബീച്ചിലേക്ക് തന്നെ നമുക്ക് വരാം. ഇൻ ഡോവർ ബീച്ച് ദ ഷിഫ്റ്റ് ഫ്രം ഓഡിറ്ററി ടു വിഷ്വൽ ഇമേജറി റിഫ്ലെക്സ്. നമുക്കറിയാം തുടക്കത്തിലെ വരികൾ ഏറ്റവും ഒടുവിലത്തെ വരികൾ ശരിക്കും ഭയങ്കര രണ്ട് പോൾസ് അപ്പാർട്ട്, അല്ലെങ്കിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് ലൈൻസ് ആണ്. കാരണം തുടക്കത്തിൽ വളരെ കാംനെസ്, ശാന്തത, പീസ്ഫുൾ, എന്നാൽ അവസാനം വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ചുറ്റും അടിയും ബഹളവും, ഇഗ്നോറന്റ് ആർമീസ് ക്ലാഷ് അറ്റ് മിഡ് നൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഡോവർ ബീച്ചിൽ ദ ഷിഫ്റ്റ് ഫ്രം ഓഡിറ്ററി ടു വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറിയിൽ നിന്ന് വിഷ്വൽ ഇമേജറിയിലുള്ള ഷിഫ്റ്റ്, അത് ശരിക്കും എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഒന്ന്, ഡസ് ഇറ്റ് റിഫ്ലെക്ട്സ് എസ്തെറ്റിക് എക്സ്പെരിമെന്റേഷൻ, സൗന്ദര്യാത്മകമായ ഒരു പരീക്ഷണമാണോ അത് ഓഡിറ്ററി ഇമേജറിയിൽ നിന്ന്? കാരണം ആദ്യത്തെ വരികളിൽ എന്താണ് പറയുന്നത്? ആദ്യത്തെ വരികളിൽ ശരിക്കും ആ പെബിൾസ് വന്ന് ഈ പറഞ്ഞ റോക്സിൽ അടിക്കുന്നു, ആ ശബ്ദം, ആൻഡ് ഇറ്റ് ബ്രിങ്സ് എ സാഡ്നസ്, നോട്ട് ഓഫ് സാഡ്നസ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതൊരു വിഷ്വൽ ഇമേജറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് എസ്തെറ്റിക് എക്സ്പെരിമെന്റേഷൻ ആണോ, അതോ എപ്പിസ്റ്റമോളജിക്കൽ അൺസർട്ടനിറ്റി ആണോ, അതോ പൊളിറ്റിക്കൽ ആങ്സൈറ്റി ആണോ, അതോ നറേറ്റീവ് ഇൻകൺസിസ്റ്റൻസി ആണോ? ഇത്തിരി ടഫായിട്ട് നമുക്ക് തോന്നാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു എസ്തെറ്റിക് എക്സ്പെരിമെന്റേഷൻ ആണോ എന്ന് പല ക്രിട്ടിക്സും ഒക്കെ പറയാറുണ്ട്. നറേറ്റീവ് ഇൻകൺസിസ്റ്റൻസി ചൂണ്ടിക്കാണിക്കാറുണ്ട്. പൊളിറ്റിക്കൽ ആങ്സൈറ്റി, നമുക്ക് ആദ്യം നമുക്ക് ആ പൊളിറ്റിക്കൽ ആങ്സൈറ്റി നമുക്ക് എടുത്തു കളയാം. ദാറ്റ് ബ്രിങ്സ് us to the final three, A, B and D. ഓഡിറ്ററി ഇമേജറിയിൽ നിന്ന് വിഷ്വൽ ഇമേജറിയിലേക്കുള്ള ട്രാൻസിഷൻ ഇറ്റ്സ് നോട്ട് ആൻ എസ്തെറ്റിക് എക്സ്പെരിമെന്റേഷൻ. ഈ പറയുന്ന പോലെ സൗന്ദര്യാത്മകമായ ഒരു പരീക്ഷണം അല്ല ശരിക്കും. അത് ആദ്യം മനസ്സിലാക്കുക, പരീക്ഷണം അല്ല. അതൊരു നറേറ്റീവ് ഇൻകൺസിസ്റ്റൻസി ആണോ? അതും അല്ല. ഇറ്റ് റിഫ്ലെക്ട്സ് എപ്പിസ്റ്റമോളജിക്കൽ അൺസർട്ടനിറ്റി. അപ്പൊ എപ്പിസ്റ്റമോളജിക്കൽ അൺസർട്ടനിറ്റി കാണിക്കുന്ന ഒരു ഷിഫ്റ്റ് ആണ് ദ ഷിഫ്റ്റ് ഫ്രം ഓഡിറ്ററി ടു വിഷ്വൽ ഇമേജറി. അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഓട്ടോ നൈറ്റിംഗേലിലേക്ക് വരാം. ഓട്ടോ നൈറ്റിംഗേൽ വളരെ ഫേമസ് ആയ, എന്തായാലും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഷുവർ ക്വസ്റ്റ്യൻ ആണതല്ല. ഓട്ടോ നൈറ്റിംഗേലിൽ എംബാംഡ് ഡാർക്ക്നെസ് അറിയാലോ, ഇങ്ങനെ ഒരു പ്രയോഗം വരുന്നുണ്ട്, എംബാംഡ് ഡാർക്ക്നെസ്. പ്രൈമർലി സിഗ്നിഫൈസ്. അപ്പൊ എംബാമിങ് എന്ന പ്രോസസ് ഒക്കെ അറിയാമല്ലോ, നമ്മൾ ആ കവിത വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പൊ എംബാംഡ് ഡാർക്ക്നെസ് എന്താണ് ശരിക്കും സിഗ്നിഫൈ ചെയ്യുന്നത്? ഇസ് ലിറ്ററൽ ബെറിയൽ ഇമേജറി. ശരിയാണ്, കാരണം എംബാമിങ്ങിന്റെ ലിറ്ററൽ മീനിങ് വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതൊരു ബെറിയൽ ഇമേജറി പോലെ തോന്നാം. സിനസ്തെറ്റിക് ഫ്യൂഷൻ ഓഫ് സെൻസസ്, ഓഫ് കോഴ്സ്. ഗോത്തിക് ഹൊറർ ട്രോപ്പ്, മരണവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇമേജറി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും വരാം. ക്ലാസിക്കൽ പാസ്റ്ററൽ ഐഡിയ, നാലും ശക്തമാണ്. നമ്മൾ ഈ കവിത വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ നാല് ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രയാസമായിട്ട് തോന്നും. സോ എംബാംഡ് ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു കേവലം ബെറിയൽ ഇമേജറി മാത്രമല്ല. ഒരു അഡ്വാൻസ്ഡ് റീഡിംഗ് നടത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു കേവലം ബെറിയൽ ഇമേജറി അല്ല, ഗോത്തിക് ഹൊറർ ട്രോപ്പും അല്ല, ക്ലാസിക്കൽ പാസ്റ്ററൽ ഐഡിയ അല്ല, ഇറ്റ്സ് സിനസ്തെറ്റിക് ഫ്യൂഷൻ ഓഫ് സെൻസസ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ബേസ്ഡ് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യണം. പല കുട്ടികളിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം. ഒരു വരിയിൽ എന്ത് പറയുന്നു, ഇന്ന ആൾ ഇന്ന പ്രവൃത്തി ചെയ്തു, അത്തരം കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വിസിറ്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഒരു കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചിട്ട് അതിലെ കേന്ദ്ര കഥാപാത്രം ചെയ്ത ഒരു 5 കാര്യങ്ങൾ ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, എന്താ പറയുക, വുതറിംഗ് ഹൈറ്റ്സ് പോലെയുള്ള ഒരു നോവൽ, ആ നോവലിന്റെ കഥയൊക്കെ ഒരു തവണ നമുക്ക് കേട്ടാൽ തന്നെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് പല പല റീഡിങ്സ്, അതിന്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, അതിനകത്ത് വന്നിട്ടുള്ള വായനകൾ, അതിനകത്ത് ചുറ്റിപ്പറ്റിയുള്ള ധാരണകൾ, ഇത്തരം കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ കൂടുതൽ ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ്, പ്രിസണർ ഓഫ് ചിൽഡ്രനിലേക്ക് വരാം. റൊമാൻറ്റിക് പോയട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലോർഡ് ബൈറന്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ്. ബേണിവാർഡ്സ് സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ റിഫ്ലെക്സ്. കണ്ടില്ല, ഇതെല്ലാം തന്നെ ഒന്നും തന്നെ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അയാൾ പ്രിസണിൽ കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു, അയാൾ ഇന്ന ആളോട് എന്ത് പറഞ്ഞു,
ഇന്ത് കണ്ടു, ഇത്തരം ചോദ്യങ്ങളൊന്നും അല്ല ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോ കാര്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രവൃത്തി കൊണ്ട് വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ, അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ പ്രിസപ്റ്റർ ഓഫ് ഷിലൻ, ബൊണിവാർഡ്സ് സൈക്കോളജിക്കൽ ട്രാൻസ്ഫർമേഷൻ. ഇപ്പൊ ബൊണിവാർഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര കഥാപാത്രം അറിയാലോ, നാഷണലിസ്റ്റ് ആയ വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റം അതെന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഇറ്റ് റിഫ്ലെക്ട്സ് സ്റ്റോയിക് ഡിറ്റാച്ച്മെന്റ് ഫ്രം സഫറിങ്. സഫറിങ്ങിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഡിറ്റാച്ച്മെന്റ് ആണോ കാണിക്കുന്നത്? അതോ ഇസ് ഇറ്റ് എ റൊമാൻറ്റിക് വാലറൈസേഷൻ ഓഫ് സോളിറ്ററി എൻഡ്യൂറൻസ്, ഓർ ഇസ് ഇറ്റ് എ ക്രിസ്ത്യൻ റിഡംഷൻ ത്രൂ മാർട്ടിയർഡം, രക്തസാക്ഷിത്വം, അത്തരം ഒരു റിഫ്ലക്ഷൻ ആണോ? അതോ എൻലൈറ്റൻമെന്റ് റാഷണൽസ്? ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ കവിത നല്ലപോലെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. എൻലൈറ്റൻമെന്റ് റാഷണൽസ് ആദ്യം എലിമിനേറ്റ് ചെയ്യാം. ബാക്കി 3 കാര്യങ്ങളും സ്ട്രോങ് ആണ്. അദ്ദേഹം ഈ പറയുന്ന ഒരു സ്റ്റോയിക് നാഷണലിസ്റ്റ് അല്ലേ? സോ അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റാച്ച്മെന്റ് സഫറിങ് ആണോ അയാളുടെ സൈക്കോളജിക്കൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോ അദ്ദേഹത്തിന്റെ സോളിറ്ററി എൻഡ്യൂറൻസ്, ഒറ്റയ്ക്ക് ആ പ്രിസണിൽ താമസിക്കുന്നു, അതിന്റെ ഒരു റൊമാൻറ്റിക് ഗ്ലോറിഫിക്കേഷൻ വാലറൈസേഷൻ ആണോ? അതോ ക്രിസ്ത്യൻ റിഡംഷൻ ആണോ, മാർട്ടിയർ രക്തസാക്ഷിത്വം, ആ ഒരു സംഭവമാണോ? സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സൂക്ഷ്മ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, റൊമാൻറ്റിക് വാലറൈസേഷൻ ഓഫ് സോളിറ്ററി എൻഡ്യൂറൻസ് ആണ് ഉത്തരം. മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ജോൺ കീറ്റ്സ് ഐഡിയ ഓഫ് നെഗറ്റീവ് കേപ്പബിലിറ്റി ഇൻ ഓഡ് ടു നൈറ്റിംഗേൽ. വീണ്ടും ഓഡ് ടു നൈറ്റിംഗേൽ ഞാൻ പറഞ്ഞു അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു ചോദ്യം നിങ്ങളുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ജോൺ കീറ്റ്സ് ഐഡിയ ഓഫ് നെഗറ്റീവ് കേപ്പബിലിറ്റി ഇസ് ബെസ്റ്റ് റിഫ്ലക്റ്റഡ് ഇൻ, അദ്ദേഹത്തിന്റെ ആ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന ആശയം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഹിസ് റിജക്ഷൻ ഓഫ് ഇമാജിനേഷൻ. ഇമാജിനേഷനെ പൂർണ്ണമായിട്ടുള്ള റിജക്ഷൻ, അതിലാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതോ ഹിസ് കംഫർട്ട് വിത്ത് അൺറിസോൾവ്ഡ് ടെൻഷൻ ബിറ്റ്വീൻ മോർട്ടാലിറ്റി ആൻഡ് ട്രാൻസെൻഡൻസ്? അതോ ഹിസ് അഡറൻസ് ടു ക്ലാസിക്കൽ റൂൾസ്, ഹിസ് മോറൽ ഡിഡാക്റ്റിസം? എവിടെയാണ് നമുക്ക് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നെഗറ്റീവ് കേപ്പബിലിറ്റിയുടെ ഒരു ആശയം ഏറ്റവും നല്ലപോലെ റിഫ്ലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഉറപ്പായിട്ടും ഇറ്റ്സ് നോട്ട് ഇൻ ഹിസ് അഡറൻസ് ടു ക്ലാസിക്കൽ റൂൾസ്. അദ്ദേഹം ഒരു സ്ട്രിക്ട്ലി റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മോറൽ ഡൈഡാക്റ്റിസോ നമുക്ക് എടുത്തു കളയാം. ഈ 2 കാര്യങ്ങളിലാണ് നമുക്ക് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ റിജക്ഷൻ ഓഫ് ഇമാജിനേഷനിലാണോ ഈ നെഗറ്റീവ് കേപ്പബിലിറ്റി വരുന്നത്? അല്ല, ഓഫ് കോഴ്സ് അല്ല. പിന്നെ എന്തിലാണ്? ഇറ്റ് ഇസ് കംഫർട്ട് ഓഫ് അൺറിസോൾവ്ഡ് ടെൻഷൻ. അൺറിസോൾവ്ഡ് ടെൻഷനിലാണ് നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് കേപ്പബിലിറ്റി റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ മോർട്ടാലിറ്റി ആൻഡ് ട്രാൻസെൻഡൻസ്, ഇവ തമ്മിലുള്ള ഒരു അൺറിസോൾവ്ഡ് ടെൻഷനിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന ആശയം കാണാൻ പോകുന്നത്. അതൊക്കെ ഒരു ഡീപ്പ് റീഡിങ്ങിൽ മനസ്സിലാവുന്ന കാര്യമാണ്. സോ ഞാൻ ഈ തന്ന ചോദ്യങ്ങളെല്ലാം തന്നെ, ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനുള്ള ഒരു സ്കോപ്പാണ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതോടുകൂടി ഈ ഒരു സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 10 ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഈ 10 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇതെല്ലാം ഒരു കുറച്ച് ക്രിട്ടിക്കലി ആ കവിതകളെ, ആ വർക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ തന്ന 10 ചോദ്യങ്ങളെ അതുപോലത്തെ ഉള്ള ആ ഫോർമാറ്റിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, ഇതിൽ നിന്ന് തുടർച്ചയായിട്ട് ഇവിടുന്ന് തുടർന്നുള്ള വായനകൾ നിങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ഞാനൊന്ന് വർക്ക്ഔട്ട് ചെയ്തത്. ഓക്കെ, മാത്രമല്ല ഞാനിപ്പോ പറഞ്ഞ ഈ ചോദ്യങ്ങളുടെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒന്ന് വായിച്ചു നോക്കിയാണ്. ഓക്കെ, ആ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഡിറ്റാച്ച്മെന്റ്, കംഫർട്ട് ഓഫ് ടെൻഷൻ ബിറ്റ്വീൻ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, ക്വിസിറ്റ് എന്ന് പറയുന്ന പൾപ്പിന്റെ എക്സ്ക്ലൂസീവായ പുസ്തകം നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ ഇവിടുന്ന് കയറ്റി അയക്കുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന്, ഒരിക്കലും നിങ്ങൾക്ക് അതൊരു നഷ്ടമല്ല. 6000 ചോദ്യമാണ്. 6000 ചോദ്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇനിയുള്ള നമുക്ക് ഏകദേശം ഒരു 1.5 മാസത്തോളം സമയമുണ്ട്. ആ 1.5 മാസം കൊണ്ട് ഒരു 20 ദിവസമൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ടോപ്പ് റാങ്കിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ 1 മാസമൊക്കെ നല്ലപോലെ മെനക്കെട്ട് കഴിഞ്ഞാൽ മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം പല കുട്ടികളെ ഒരു ഏറ്റവും വലിയ ടെൻഷൻ ഇത് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് നിറയ്ക്കാൻ സാധിക്കും. സോ എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ പുസ്തകം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം ചാനൽ, ഇത്തരം വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.